പരിശുദ്ധൻ. എവിടെ നിന്ന് നോക്കിയാലും അകവും പുറവും ഒരുപോലെ കാണാവുന്ന പരിശുദ്ധൻ. ജന്മമെടുത്തപ്പോഴേ അവൻ്റെ ഉടയോൻ അവനെ പൊക്കിയെടുത്ത് അവൻ്റെ തലയിലൊരു ചുംബനം കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കണ്ടു, തന്നെപ്പോലെ നൂറുകണക്കിന് തെളിമയുള്ള പരിശുദ്ധർ ഒരു പാളത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. ഉടയോൻ അവനെയും എടുത്ത് സ്നേഹപൂർവ്വം പാളത്തിലേക്ക് കയറ്റിയിരുത്തി. സഞ്ചാരം തുടങ്ങിയപ്പോൾ അവന് രസമായി. ഇടയ്ക്കെപ്പോഴോ ഒന്ന് നിന്നപ്പോൾ വായിലേക്ക് മുകളിൽ നിന്ന് ബ്രൗൺ നിറമുള്ള പാനീയം കിനിഞ്ഞിറങ്ങി. കയ്പൻ പാനീയത്തിൻ്റെ ആദ്യ തുള്ളി തന്നെ ഛർദിൽ വരുത്തിയെങ്കിലും തുടർന്ന് അതൊഴുകി വായും വയറും നിറഞ്ഞപ്പോൾ തലയ്ക്ക് ലഹരി പിടിച്ചു. പിന്നെ ആടി മുമ്പോട്ട് നടന്നപ്പോൾ വീണ്ടും ഒരു സ്റ്റോപ്പ്. അവിടെ വെച്ച് ഒരു കടലാസുടുപ്പ് ഒരു മെഷീൻ വന്ന് ധരിപ്പിച്ചു. ശേഷം മുമ്പോട്ട് നടന്നപ്പോൾ ആരോ തലയിലൊരു തൊപ്പി വെച്ച് തന്നു. വായും തലയുമെല്ലാം ഒരുമിച്ച് മൂടിയ തൊപ്പി അണിഞ്ഞപ്പോൾ വീർപ്പുമുട്ടലുണ്ടായി. എങ്കിലും സുന്ദരമായ തൊപ്പി ലഭിച്ച ആഹ്ലാദത്തിൽ അങ്ങനെയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കൈയിൽ നിന്നും മറ്റൊരു കൈയിലേക്ക് എത്തപ്പെട്ട തൻ്റെ ഉടുപ്പ് നോക്കി ഒരാൾ വായിച്ചു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പിന്നെ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് തൊപ്പിയൂരി. തൻ്റെ വായിൽ നിന്നും വയറ്റിലെ പാനീയം വലിച്ചു കുടിച്ചുകൊണ്ട് അടുത്ത കണ്ട കല്ലിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ വീണ് പിടഞ്ഞു മരിക്കും മുമ്പ് ഒരു ശബ്ദം കേട്ടുപോ, ചില്ലും. അപ്പോൾ ആരോ പറയുന്നത് കേട്ടു, മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല ജീവനും ഹാനികരമാണ്. വാവിട്ട വാക്കുകൾ. തൻ്റെ മുമ്പിലെത്തിയ ചിത്രങ്ങൾക്ക് മാർക്ക് നൽകുകയാണ് അയാൾ. പല നല്ല ചിത്രകാരന്മാരുടെയും മിഴിവാർന്ന ചിത്രങ്ങൾക്ക് മാർക്ക് കുറിക്കുന്ന അയാൾ ഒരു ചിത്രമെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു കൂവി, ഗ്രേറ്റ്, മാർവലസ്, അങ്ങനെ കുറേ ഇംഗ്ലീഷ് ശബ്ദങ്ങൾ. ആ ചിത്രം മാറ്റിവെച്ച് മറ്റൊന്നെടുക്കും മുമ്പ് അയാളുടെ അസിസ്റ്റൻ്റ് അയാൾ മാറ്റിവെച്ച ചിത്രത്തിന് പിന്നിൽ എഴുതി 100-ൽ 100. എല്ലാം കഴിഞ്ഞ് യാത്രയാകും മുമ്പ് അസിസ്റ്റൻ്റ് ബോസിനോട് ചോദിച്ചു, അല്ല, അങ്ങെന്താണ് ഒരു ചിത്രമെടുത്ത് അത്ഭുത പരതന്ത്രനായി ഇംഗ്ലീഷിൽ പറഞ്ഞത്? എനിക്കൊന്നും പിടികിട്ടിയില്ല ആ ചിത്രത്തിൽ നിന്ന്. ജഡ്ജൊന്ന് ചിരിച്ചു. പിന്നെ തൻ്റെ കൂശാൻ താടി തടവിക്കൊണ്ട് പറഞ്ഞു, ഈ പെയിൻറ്റിനും ക്യാൻവാസിനും ബ്രഷിനുമൊക്കെ തീ പിടിച്ച വിലയുള്ള ഈ കാലത്ത് അത് വാങ്ങി അതിൽ കുത്തി വരയ്ക്കാനും പിന്നെ ആ ചിത്രങ്ങൾ ഇതുപോലുള്ള ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാനും കാണിച്ച ആ ധൈര്യം, ആ നിഷേധിത്തരം, ആ ചങ്കൂറ്റം, അതിനെയാണ് ഞാൻ അഭിനന്ദിച്ചത്. അല്ലാതെ എനിക്കും ആ ചിത്രത്തിൽ നിന്ന് ഒന്നും മനസ്സിലായില്ല. അസിസ്റ്റൻ്റ് തലയിലറിയാതെ കൈവച്ചപ്പോൾ അനൗൺസ്മെൻ്റ് അവരുടെ കാതോരമെത്തി. താടിക്കാരൻ പറഞ്ഞ അതേ ഇംഗ്ലീഷ് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അയാളുടെ അസിസ്റ്റൻറ്റിനാൽ കുറിക്കപ്പെട്ട മാർക്ക് ഉയർത്തിക്കാട്ടി ഒരു ലേഡി വിധി പറയുമ്പോൾ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും ജീവിതം തുടിപ്പിക്കാൻ ത്രാണിയുള്ള ചിത്രങ്ങളും പരസ്പരം നോക്കി. അനൗൺസ്മെൻ്റ് കേട്ട് നടുങ്ങിയ താടിക്കാരനെ തടഞ്ഞു നിർത്തിയ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വീണ്ടും അതേ ഇംഗ്ലീഷ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അയാളുടെ ഉള്ളിലിരുന്ന് ആരോ ചോദിച്ചു, പോയി ചത്തൂടെ തനിക്ക്? ചാക്ക്. സമ്പാദ്യങ്ങളായ പണവും രത്നവും സ്വർണവുമൊക്കെ പേഴ്സിലും സഞ്ചിയിലും ചാക്കിലുമൊക്കെ ആക്കിയിട്ട് അയാൾ നടന്നു. അസ്ഥിയും മാംസവും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ചാക്കിൻ്റെ മഹത്വം പാടുന്നതിനായി. എപ്പോഴോ ചാക്കിന് കീറലുണ്ടായപ്പോൾ അതുപേക്ഷിച്ച് അയാൾ പോയി. ചാക്കിനുള്ളിലെ അയാൾ കാണാത്ത തിളക്കമുള്ള വജ്രത്തെ ശ്രദ്ധിക്കാതെ. പാവം ദൈവം. ലോകം മുഴുവൻ വൃത്തികേടുകൾ കാണിച്ചു നടന്നിട്ട് സ്വയത്തിലും മറ്റുള്ളവരിലും ചെളിവാരി എറിഞ്ഞിട്ട് മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഈശ്വരൻ സർവ്വവ്യാപിയാണ്, എന്നിലും നിന്നിലും ഈശ്വരനാണ്.